നമ്മുടെ ചാനലിലൂടെ നമ്മൾ കാണിക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ലോ എക്സ്പെൻസീവ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ചെറിയ ഫിഷ് പോണ്ടിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മളത് ഏകദേശം നമുക്ക് 15 ദിവസത്തോളം നമ്മൾ ടൈം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. വേറെ ആളില്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് കിട്ടുന്ന സമയത്ത് എനി ടൈം കണ്ടിന്യൂസ് അല്ല, ഒരു പണിക്കാർ എടുക്കുന്ന മാതിരിയല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പോണ്ടിൻ്റെ വീഡിയോ. നമ്മൾ ആ പ്ലേസ് സ്ഥലം ക്ലീൻ ചെയ്യുന്നത് മുതൽ ലാസ്റ്റ് ഇത് നമ്മൾ ഫൈനൽ ചെയ്തിട്ട് കുളത്തിൽ വെള്ളം നിറക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഉള്ള റിക്വസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നമ്മളെ രേഖപ്പെടുത്തുക. അഭിപ്രായങ്ങൾ എന്തായാലും മോശമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ. ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾ നമ്മളെക്കാളും കൂടുതലായിട്ടുള്ള അറിവുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങളത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കതും കൂടി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി ക്ലിയറായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയ്ക്ക് കിടക്കാം. ഇതൊരുപാട് ദീർഘിപ്പിക്കുന്നില്ല, മാക്സിമം നമ്മൾ ചെറുതാക്കിയിട്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇനി ചെറിയൊരു ഇത് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കുക, വീഡിയോ ഫുള്ളായിട്ട് കാണാം. എല്ലാത്തിനും വേറെ വേറെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോണ്ട് നിർമ്മിക്കേണ്ടതായിട്ടുള്ള ഏരിയ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാതെ മുമ്പ് ഒരു ചെറിയ തോടായിരുന്നു. മഴക്കാല സീസണിലൊക്കെ ചെറുതായിട്ട് വെള്ളം വരുന്ന ഏരിയയാണ്. ഇപ്പോഴും അങ്ങനെ തോടുണ്ട്, നമ്മൾ മേലെക്കൂടെ അങ്ങനെ തിരിച്ചു കൊടുത്തതാണ്. അപ്പോൾ താഴ്ഭാഗത്ത് നമുക്ക് ഈ പോണ്ട് നിർമ്മിക്കണം. അപ്പോൾ അതിൻ്റെ ഏരിയയിൽ ഇതുപോലെ തന്നെ വേസ്റ്റ് ആയിട്ടുള്ള മരങ്ങൾ, ഉണങ്ങിയിട്ടുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഉണങ്ങിയത് മാത്രം ജസ്റ്റ് കൈക്കോട്ടൊക്കെ എടുത്തൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ലെവൽ ചെയ്യാണ്. ഒരു ജസ്റ്റ് അതായത് അത്രയും മോശമായിട്ട് കാടൊക്കെ പിടിച്ച് കിടക്കുന്ന ഏരിയ ആയതുകൊണ്ട് നമുക്കത് ക്ലീൻ ചെയ്യൽ എന്തെങ്കിലും നിർബന്ധമായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ ആ ഏരിയ നമ്മൾ ഫസ്റ്റായിട്ട് ക്ലീൻ ചെയ്യണം. ഓക്കെ, ചില ഏരിയകൾ പറഞ്ഞാൽ ഇതുപോലെ മണ്ണ് പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കളച്ചെടുക്കണം. അതുപോലെ തന്നെ ചില ഏരിയയിൽ കുറച്ച് മണ്ണിടണം, ഈ മരങ്ങളൊക്കെ വെട്ടി കളയണം. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആ തോട്ടിലുണ്ടായിരുന്ന പറഞ്ഞാൽ ചെറിയ തോടായിരുന്നു. അപ്പോൾ ആ തോട്ടിലുണ്ടായിരുന്ന കല്ലുകൾ തന്നെ എടുത്തിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് തറയടിച്ച് നൂല് കെട്ടിയാണ്ട് ഇങ്ങനെ കെട്ടി ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളിത് ലോ എക്സ്പെൻസ് എന്ന് പറയാനുള്ള ഏറ്റവും വലിയ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് തോടായതുകൊണ്ട് അതിൽ ഇഷ്ടംമാതിരി കല്ലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി, അതിനെ വെച്ച് അങ്ങനെ ചെയ്തു. പിന്നെ അതിൻ്റെ ഏരിയയിലുള്ള ഒരുപാട് ചെടികളിനെ ഈ പാറത്തി പോലുള്ള ഒരുപാട് മരങ്ങൾ വേസ്റ്റായിട്ട് വരുന്ന പായ്ച്ചെടികളൊക്കെ നമ്മൾ ആദ്യം പറിച്ചാണ്ട് ക്ലിയർ ചെയ്ത് ആ ഏരിയ നമുക്ക് ചെടി വെക്കണം. അത് നാച്ചുറൽ ബോണ്ടൊക്കെ കൊണ്ടുവരണമല്ലോ. അപ്പോൾ ഏകദേശം നമ്മളിതിങ്ങനെ കെട്ടി ലെവൽ ചെയ്തു. പിന്നെ അത് അതിൻ്റെ ഏരിയയിൽ ചില ഏരിയകളിൽ ചെറിയൊരു കുന്നായിട്ട് കിടക്കുന്ന ഭാഗങ്ങളിലുള്ള മണ്ണുകളൊക്കെ നമുക്ക് എടുക്കണം. അപ്പോൾ അങ്ങനെ ആ മണ്ണുകളൊക്കെ നമ്മൾ എടുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മണ്ണുകളൊക്കെ എടുത്ത് അത് നമ്മൾ കുഴിയായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഇട്ട് ലെവൽ ചെയ്യാണ്. ഇതിൽ തന്നെ നമ്മൾ തോട് കളച്ചപ്പോൾ നമുക്ക് ഒരുപാട് ചെറിയ കല്ലുകളൊക്കെ കിട്ടി. അപ്പോൾ നമുക്കിത് ഈ സൈഡ് പടുക്കാനും കാര്യങ്ങൾക്ക് ഒരുപാട് നമുക്കത് ഉപകാരപ്പെട്ടു. നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ പ്ലാന്റ്സുകൾ, ഈ ചെടികളും കാര്യങ്ങളൊക്കെ നട്ടു വന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം നമുക്ക് ആ ചെടികളൊക്കെ ഗ്രോത്തായി വരാൻ തുടങ്ങി. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളിങ്ങനെ ഒരുപാട് ചെടികൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് കെട്ടി വരുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് കിട്ടുന്ന ചെടികളൊക്കെ ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ പ്ലേസ് എവിടെയാണ് നല്ലതായിട്ട് തോന്നുന്നത് ആ ഏരിയയിൽ നമുക്ക് ആ വ്യൂ കിട്ടുന്ന ഏരിയ ഒക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് നമ്മളിങ്ങനെ ജസ്റ്റ് കുഴിയെടുത്ത് അതിൽ ഈ ചെടികളൊക്കെ നട്ട് ലെവൽ ചെയ്ത്. പിന്നെ നമുക്കിതിൻ്റെ പ്രശ്നം എന്താ ഞാൻ പറഞ്ഞുള്ളത്, ഒരു ചെറിയ തോടായിരുന്നു. അപ്പോൾ രണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. ആ വെള്ളം വരുന്ന ഭാഗങ്ങൾ മഴക്കാലത്ത് ഇപ്പോൾ ഉള്ളതിനെ അപേക്ഷിച്ച് ഒന്നും കൂടി കൂടുതൽ വെള്ളം വരാനുള്ള സാധ്യതകൾ ഉണ്ടായതുകൊണ്ട് നമ്മളതിൽ പ്ലംബിങ്ങിൻ്റെ ചെറിയൊരു പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അടിയിൽ കൂടെ അങ്ങനെ ഈ വരുന്ന വെള്ളം നമ്മൾ എന്ത് ചെയ്യണം, ഈ പോണ്ടിൻ്റെ അടിയിൽ കൂടെ കളയണം. പ്ലംബിങ് ചെയ്ത് പിന്നെ നമ്മളിങ്ങനെ സാധനങ്ങൾ, കല്ലുകളും അവിടെയും ഇവിടെയും നമ്മൾ ഈ ഏരിയയിൽ നമ്മളെ സ്ഥലത്തിൽ അവിടെയും ഇവിടെ കിടക്കുന്നൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കല്ലുകളൊക്കെ ഇട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു കോൺക്രീറ്റ് ചെയ്ത് ലെവൽ ചെയ്യുന്നത്. അടി ഒരു ഫൗണ്ടേഷൻ വരെ ഇങ്ങനെ ജസ്റ്റ് ആദ്യം കെട്ടാൻ വേണ്ടിയിട്ട് 2 സ്റ്റെപ്പായിട്ട് ചെയ്യാൻ വേണ്ടി കെട്ടാൻ വേണ്ടിയില്ലായിരുന്നു നമ്മൾ എന്ത് ചെയ്തു, കോൺക്രീറ്റ് ചെയ്തു. നമ്മൾ ജസ്റ്റ് ഒരു ബെൽറ്റ് മാതിരിയാണ് ചെയ്യുന്നത്, കാരണം അതിൻ്റെ മേലേക്ക് കെട്ടി വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ലല്ലോ. പിന്നെ നമ്മൾ ജസ്റ്റ് പരിക്കെട്ടാണ്ട് ഇഷ്ടിക കൊണ്ടാണ് ഈ സൈഡ് കെട്ടിയാണ്ട് ചെയ്തിട്ടുള്ളത്. അടി ഇതുപോലെ 2 സ്റ്റെപ്പായിട്ട് കെട്ടിയിട്ടുണ്ട്. അടി സിമെൻറ്റിൻ്റെ കല്ലും അതിൻ്റെ മേലേക്ക് നമ്മൾ സാധാരണ ഇതും വെച്ചാണ് ചെയ്തിട്ടുള്ളതാണ്. ഡെയിലി നമ്മൾ അതിനനുസരിച്ച് ആവശ്യത്തിന് നനച്ചുകൂടുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ചെയ്യണം. പിന്നെ ഇതിൻ്റെ 2 തട്ടായിട്ട് വരുമ്പോൾ എന്താ വെച്ചാൽ ആ തട്ട് നമ്മൾ ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്ത് പോകുക കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലുള്ള പാർട്സ് ഫുള്ളായിട്ട് നമ്മൾ എന്തായിട്ട് സോളിങ് ചെറിയ കല്ലുകൾ നിരത്തിയിട്ട് പിന്നെ അതിൻ്റെ മേലെ കമ്പിട്ടാണ്ട് ജസ്റ്റ് കെട്ടി ലെവൽ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് ഓവർഫ്ലോ കാര്യങ്ങളൊക്കെ ചെയ്ത് വാൾവുകളൊക്കെ ഫിറ്റ് ചെയ്തു. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മെയിനായിട്ട് നമ്മൾ ഈ പിന്നീടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചാണ് ചെയ്യണം. നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ള് പ്ലാസ്റ്ററിങ് നമ്മൾ പുറത്തൊരാളെ വിളിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളത്.
പിന്നെ ഇത് നമ്മൾ നാച്ചുറൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് പുറത്തുനിന്ന് നമ്മളിവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന തോട്ടിൽ നിന്ന് കുറച്ച് കല്ലുകളൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ ഈ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കിടക്കുന്ന ഏരിയ മേൽഭാഗം ഏരിയകൾ നമ്മൾ ഫുള്ളായിട്ട് കല്ലുകൾ ഇങ്ങനെ നിരത്തി ലെവൽ ചെയ്തിട്ടുണ്ടാകും. നല്ലൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്യും. പിന്നെ നമുക്ക് ഫിഷുകൾ ഹാൻഡ് ഫീഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സൗകര്യമായിരിക്കും. പെട്ടെന്ന് നമ്മൾ ഈ കുട്ടികളൊന്നും പോയിട്ട് അതിൽ വിടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുകൊണ്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് അതൊരു നല്ലൊരു ബെനിഫിറ്റ്. ക്ലീനിങ് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത് മെയിനായിട്ട് പറഞ്ഞാൽ കല്ലൊക്കെ ഇടുമ്പോൾ നമുക്ക് വേസ്റ്റ് തങ്ങി നിൽക്കുന്നൊരു പ്രശ്നം ഉണ്ടാവും. ഇത് നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ മേൽഭാഗം ജസ്റ്റ് മോട്ടർ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ള വേസ്റ്റുകളൊക്കെ താഴേക്ക് താടും. ആ താഴ്ഭാഗം ഏരിയ നമ്മൾ ഒരിക്കലും കല്ലുകളും കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇട്ടാൽ മതി. പിന്നെ അപ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഇല്ല ചെടികളും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ എടുത്തതാണ്. ഓക്കെ, കല്ലുകൾ ഓരോന്നോരോന്നും നമ്മളങ്ങനെ ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്തുകൊണ്ട് ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്ത് അങ്ങനെ ഫസ്റ്റ് ലെയറായിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഇത് 2-3 ടൈപ്പ് കല്ലുകൾ നമ്മൾ ഈ വെള്ളാരം കല്ല് പോലുള്ള കല്ലുകളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് ഇങ്ങനെ തോടുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് നന്നായിട്ട് കഴുകി ഇതിൻ്റെ ഉള്ളിൽ ഈ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് സാധാ കല്ലിൻ്റെ ഇടയിലൊക്കെ ഫില്ല് ചെയ്ത് നല്ല ക്ലിയർ ചെയ്തുകൊണ്ട് അങ്ങനെ എടുത്തതാണ് സംഭവം. ഓക്കെ, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ബേബി മെറ്റൽ എന്നൊക്കെ പറയുന്ന മെറ്റലുകൾ നമ്മൾ കുറച്ച് കഴുകിയാണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 ടൈപ്പ് കല്ലുകൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇങ്ങനത്തൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തുകൊണ്ട് ഇടണം. അല്ലാതെ വെള്ളം മാസം 4-5 വട്ടം പിന്നെ നമ്മൾ വെള്ളം മാറ്റാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് നമ്മളത് കഴുകിയാണ്ട് ഓരോ ഏരിയ ക്ലിയർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് ആക്യുറേറ്റായിട്ട് നന്നായിട്ട് അത് കിട്ടും. നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ റിസൾട്ട് നമുക്കതിലുണ്ടാവും. നമ്മളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ കാണുന്നത്. വെള്ളത്തിന് നല്ല തെളിച്ചവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. പിന്നെ ഈ പ്ലാന്റുകളൊക്കെ പറഞ്ഞാൽ നമ്മൾ തുടക്കം മുതൽ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്ത് പിന്നെ ചെറിയൊരു വാട്ടർഫോൾ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള ചെറിയ വാട്ടർഫോളാണത്. അല്ലാതെ വേറെ ഒന്നുമല്ല, മോട്ടർ അടിച്ചിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഫിൽട്രേഷൻ സിസ്റ്റം ഒന്നും വെച്ചിട്ടില്ല. വെക്കുമ്പോൾ പിന്നെ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർഫോളും കിട്ടും. ഏതായാലും ഫിൽറ്റർ ചെയ്യണമല്ലോ നമ്മൾ, ആ ഒരു ഭംഗി നമുക്കതിൽ കിട്ടും. നൈറ്റ് നമ്മൾ ജസ്റ്റ് ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചില്ലാതെ ഒരുപാട് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു വ്യൂ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ ഫിഷുകളൊക്കെ ഇട്ടിട്ട് നല്ലൊരു വീഡിയോ നമ്മളിതിൻ്റെ ബാലൻസ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം.